എൻ്റെ ഈശ്വര, ഒരിക്കലും ഞാൻ പ്രതീക്ഷിക്കാത്തൊക്കെയാണല്ലോ സംഭവിക്കുന്നത്. ഭാവനയ്ക്ക് വേണ്ടി കാവലിരിക്കേണ്ട ഞാൻ മാനസയ്ക്ക് വേണ്ടി കാവലിരിക്കുന്നു. ഇല്ല ഭാവന, എന്ത് വന്നാലും നിന്നെ അകറ്റി നിർത്തി എനിക്കൊരു ജീവിതമില്ല. നീ വീട്ടിലേക്ക് പോയപ്പോൾ ഞാനാ ശരിക്കും ഒറ്റപ്പെട്ടു പോയത്. പക്ഷെ നീ അത് മനസ്സിലാക്കുന്നില്ലല്ലോ ഭാവന. ഇനിയും ക്ഷമിക്കാനും സഹിക്കാനും എനിക്കാവുന്നില്ല. ഈ നിമിഷം നീ എൻ്റെ അടുത്തുണ്ടായിരുന്നെങ്കിലെന്ന് ഞാൻ ആഗ്രഹിച്ചു പോവുക. വിവരമൊന്നും അറിയാൻ പറ്റുന്നില്ലല്ലോടാ. അമ്മ സമാധാനപ്പെട്, പേടിക്കാനൊന്നുമില്ല. അമ്മേ, ഭാവനെ ഞാൻ വിളിച്ചു പറഞ്ഞാലോ? വേണ്ട, വെറുതെ അവളെ കൂടി ഇങ്ങോട്ട് വിളിക്കണ്ട. വീട്ടിൽ നിൽക്കാൻ വേണ്ടി പോയതല്ലേ, അവിടെ നിൽക്കട്ടെ. അവൾ അവിടെ അല്ലേ നിൽക്കേണ്ടത്, എന്നോടൊപ്പോ. അത് നിനക്ക് മാത്രം തോന്നിയാ മതിയോ? അമ്മേ, അമ്മയ്ക്ക് അവളോട് പഴയതുപോലെ സ്നേഹത്തോടെ പെരുമാറിക്കൂടെ? അതില്ലാത്തോണ്ടല്ലേ അവള് പോയത്. എനിക്ക് ആരോട് സ്നേഹക്കുറവൊന്നുമില്ല. മാനസ മോളുടെ കാര്യം ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞത് അവക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് അവള് വീട്ടിലേക്ക് പോയത്. അങ്ങനെയൊന്നും ചിന്തിക്കുന്നവളല്ലമ്മേ അവള്. എന്തോ ഒരു വല്ലായ്മ ഞാൻ അവളിൽ കണ്ടിരുന്നു. അത് തന്നെയാ അവൾ കുറച്ചു ദിവസം വീട്ടിൽ പോയി നിൽക്കാനുള്ള കാരണവും. എടാ, നീ അവളെ നല്ലവളാക്കാൻ വേണ്ടി കള്ളങ്ങളൊന്നും പറയണ്ട. അവൾക്ക് ഇനി ഇഷ്ടമുള്ളപ്പോ വരട്ടെ, അല്ലെങ്കിൽ അവിടെ തന്നെ നിന്നോട്ടെ. അമ്മ ഇങ്ങനെ രണ്ടു പക്ഷം കാണിക്കല്ലേ. അമ്മയ്ക്ക് മാനസ പ്രിയപ്പെട്ടവളാണെങ്കിൽ എനിക്ക് ഭാവനയാ പ്രിയപ്പെട്ടവള്. ഇപ്പൊ ഇതിനുള്ള മറുപടി ഞാൻ പറയുന്നില്ല. ഈശ്വര, അമ്മയ്ക്ക് വീണ്ടും ഭാവനയോട് ദേഷ്യവും വെറുപ്പമാണല്ലോ. ഒരിക്കലും അങ്ങനെയൊന്നും ഉണ്ടാവരുതേ. എനിക്കും ഭാവനയ്ക്കും സന്തോഷമുള്ളൊരു ജീവിതം തന്നെ നീ തരണമേ. ഭാവനെ, ഭാവനെ. ഡോക്ടർ, ഇപ്പൊ എങ്ങനെയുണ്ട്? വന്നപ്പോൾ ക്ഷീണമൊക്കെ മാറി ഡോക്ടർ. എന്നാ ഇനി ഒരു സന്തോഷ വാർത്ത പറയട്ടെ. എന്താ ഡോക്ടർ? ഭാവന വീണ്ടും ഒരു അമ്മയാവാൻ പോകുന്നു. ഡോക്ടർ, എന്താ ഭാവന, വിശ്വാസം വരുന്നില്ലേ? അതെ ഭാവന, ഭാവന ഗർഭിണിയാണ്. ഡോക്ടർ, ഡോക്ടർക്ക് എന്തെങ്കിലും തെറ്റ് പറ്റിയോ? ഒരിക്കലും ഇത് സത്യമായിരിക്കില്ല. എന്താ ഭാവന, ഞാൻ എന്തിനു ഭാവനയോട് കള്ളം പറയുന്നത്? അല്ലെങ്കിലും ഇതുപോലെയുള്ള കാര്യങ്ങളാണോ കള്ളം പറയേണ്ടത്? ഡോക്ടർ, ഇനി ഒരിക്കലും ഞാൻ അമ്മയാവില്ലെന്നാ എന്നെ ചികിത്സിച്ചിരുന്ന ഡോക്ടർ പറഞ്ഞത്. അപ്പൊ ആ പറഞ്ഞത് കള്ളമായിരുന്നോ? സംശയം ഉണ്ടെങ്കിൽ ഈ റിപ്പോർട്ട് ഒന്ന് നോക്ക് ഭാവന.